കടലിൽ അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഹെലികോപ്റ്റർ സംവിധാനം ഉപയോഗപ്പെടുത്തണമെന്ന് മത്സ്യത്തൊഴിലാളി ഐക്യവേദി. അപകടമുണ്ടായാൽ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും സഹായം വൈകുന്നതും രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാകുന്നതും ജീവഹാനിക്ക് ഇടയാക്കുന്നുണ്ടെന്ന് ഐക്യവേദി പ്രസിഡന്റ് ചാൾസ് ജോർജ് പറഞ്ഞു. കേൾക്കാം. ഹെലികോപ്റ്ററിന്റെ വിഷയം, വിമാനത്തിന്റെ സൗകര്യങ്ങൾ. രണ്ടാഴ്ച മുമ്പ് പുതുവൈപ്പിലെ 2 പേര് മുങ്ങി മരിച്ചത്. ഈ കേരളത്തിൽ നേവിയുണ്ട്, കോസ്റ്റ് ഗാർഡ് ഉണ്ട്, മറൈൻ എൻഫോഴ്സ്മെന്റ് ഉണ്ട്, കോസ്റ്റൽ പോലീസ് ഉണ്ട്. ഇവരുടെ ഏകോപിത പ്രവർത്തനങ്ങൾക്ക് നടക്കുന്നില്ല. ഞങ്ങൾക്ക് ആവശ്യമായ ഹെലികോപ്റ്ററിന്റെയോ വിമാനത്തിന്റെ സൗകര്യവും നമുക്ക് ലഭിക്കുന്നില്ല. അത്രമാത്രം ദുരിതപൂർണ്ണ അവസ്ഥയാണ്. ഒരു വിമാന സർവീസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കളക്ടറെ ബന്ധപ്പെടണം. മത്സ്യമേഖലയിൽ നിന്ന് ആരും പറഞ്ഞതിന് വരില്ല. കളക്ടർ വിളിച്ചാൽ മാത്രമേ വരുള്ളൂ. അതാണ്. ഈ കൊച്ചിയിലാണ് JOC എന്നറിയപ്പെടുന്നതിന്റെ സെന്ററിന്റെ ആസ്ഥാനം. കൊച്ചിയിലെ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുമ്പോൾ അവർക്ക് സാധ്യമാത്ര അവസ്ഥയാണ് നിൽക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ജീവനും തൊഴിലിനും സർക്കാരിന്റെ പിന്തുണ അത്യാവശ്യമാണെന്ന് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലുങ്കൽ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് സർക്കാരിന്റെ പ്രഥമ പരിഗണന നൽകണമെന്നും ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലുങ്കൽ പറഞ്ഞു. കടലിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും തിരിച്ചറിയുന്ന ആളുകൾ ഇതിന്റെ മേധാവിയായിട്ടൊക്കെ വരണം. എന്നാലേ ഇതിന്റെ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അറിയുള്ളൂ. മീൻപിടുത്തക്കാരൻ ഉപേക്ഷിക്കപ്പെട്ട തരത്തിലാണ് ഞങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേണ്ടത് ഒരു സുരക്ഷാബോധം കിട്ടണം. രക്ഷാ സംവിധാനത്തിന് ഇവിടെ ഒരു വഴിയില്ല. അപ്പൊ ഇപ്പം കടലിൽ വെച്ചിട്ട് ഒരു ബോട്ടിനോ ഒരു വഞ്ചിക്ക് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടായി എന്ന് അറിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിന് പോകാൻ ഒരു ബോട്ട് പോലും ഇല്ല. ഇവിടെ ജീവിച്ചിരിക്കാൻ അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ. ഞാനൊരു തൊഴിലാളിയാണ്, എന്റെ തൊഴിൽ ഇതാണ്. അപ്പൊ ആ തൊഴിൽ എടുക്കരുതെന്നാണ് സർക്കാർ പറയുന്നത്. എടുക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് കൂടി സർക്കാർ പറയണം. ലെബി സജീന്ദ്രൻ ചേരുന്നു. ലെബി, ശക്തമായ പ്രതികരണങ്ങളാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെയും. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുമ്പോൾ എന്തൊക്കെ സംവിധാനങ്ങൾ വേണം എന്നുള്ളതിനെ കുറിച്ച് ഈ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥയെക്കുറിച്ച് അറിയാനുള്ള സംവിധാനങ്ങൾ കൃത്യമല്ല, രക്ഷാപ്രവർത്തനത്തിന് പെട്ടെന്നിറങ്ങാൻ ഹെലികോപ്റ്റർ സംവിധാനങ്ങളില്ല. അങ്ങനെ എത്ര കാര്യങ്ങളാണ് സാങ്കേതികമായി നടപ്പിലാവേണ്ട കാര്യങ്ങളുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ വിഷമങ്ങൾ കൃത്യമായി അറിയുന്നവർ വേണമെന്ന് ഫാദർ എടുത്തു പറയുകയാണ്. റോഷ്നി, കാലാവസ്ഥ വളരെ മോശമാണ്, കടൽ പ്രക്ഷുബ്ധമാണ്. ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവനും അവരുടെ തൊഴിലിനുമൊക്കെ സംരക്ഷണം ഒരുക്കേണ്ടത് സർക്കാരാണ് എന്നും ഇതിന് അനുകൂലമായ സംവിധാനങ്ങൾ ഒരുക്കണം എന്നുമാണ് മത്സ്യത്തൊഴിലാളി ഐക്യവേദി ആവശ്യപ്പെടുന്നത്. അവർ പറയുന്ന മറ്റൊരു പ്രധാന കാര്യം ഇതാണ്. അതായത് സംസ്ഥാന വ്യാപകമായി ഇത്തരം മത്സ്യത്തൊഴിലാളികൾ ഉൾക്കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുമ്പോഴുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്നു, അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് തുടർക്കഥയാകുന്നു. ഈ സാഹചര്യത്തിൽ സർക്കാർ ഉണർന്നെഴുന്നേൽക്കണം എന്നാണ് മത്സ്യത്തൊഴിലാളി ഐക്യവേദി പറയുന്നത്. ഇതിനായി ഇവർ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഉൾക്കടലിൽ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ പോയി അത് നോക്കാനോ അത് നിരീക്ഷിക്കാനോ സംവിധാനങ്ങളില്ല. നാവികസേനയുടെയോ അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെയോ ഒക്കെ സേവനം ആവശ്യപ്പെട്ടാൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ലഭിക്കുന്നത് എന്നും അവർ പരാതിപ്പെടുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ നിരീക്ഷണം നടത്താനെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഹെലികോപ്റ്റർ ഉപയോഗപ്പെടുത്തണം എന്നൊരു കാര്യം കൂടി പറയുകയാണ്. ഇക്കാര്യം അവർ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്തും എന്നും പറയുന്നു. അതിനൊപ്പം തന്നെയാണ് ലത്തീൻ രൂപതയുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. വരാപ്പുഴ അതിരൂപത വളരെ ശക്തമായ പ്രതിഷേധവും ആശങ്കയും അറിയിച്ചു കഴിഞ്ഞു. വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം റിപ്പോർട്ടറോട് വാർത്താക്കുറിപ്പിലൂടെ പങ്കുവച്ചത്. അതായത് അദ്ദേഹം പറയുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ജീവനും തൊഴിലാളികളുടെ തൊഴിലിനുമെല്ലാം സർക്കാരിന്റെ പിന്തുണ അത്യാവശ്യം വേണ്ട സമയമാണിത്. സർക്കാർ കുറച്ചുകൂടി ജാഗരൂകരാകണം. അതുമാത്രമല്ല, മത്സ്യത്തൊഴിലാളികൾ ഇത്തരം ഒരു വറുതിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് സർക്കാരാണ്. അതിന്റെ ധാർമ്മികമായ ബാധ്യത സർക്കാരിനുണ്ട്. ഇതിൽ നിന്നൊന്നും സർക്കാർ കണ്ണടച്ച് മാറി നിൽക്കരുത്. തീർച്ചയായും ഏറ്റവും അനുകൂലമായ നിലപാട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് ലത്തീൻ സഭയും ആവശ്യപ്പെടുന്നു. വരാപ്പുഴ അതിരൂപത
ആ ആശങ്കയാണ് വാർത്താക്കുറിപ്പിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. അതുതന്നെയാണ് മറ്റ് ലത്തീൻ രൂപതകൾക്കുമുള്ളത്. കൊച്ചി രൂപതയായാലും കോട്ടപ്പുറം രൂപതയായാലും ഒക്കെ ഈ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ ഉണർന്ന് വളരെ ജാഗരൂകരായി സർക്കാർ പ്രവർത്തിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് മത്സ്യത്തൊഴിലാളി ഐക്യവേദിയും അതുപോലെ തന്നെ ലത്തീൻ സഭയും പങ്കുവയ്ക്കുന്നത്. റോഷ്നി, ശരി, ലേബി സജീന്ദ്രനാണ് അവരുടെ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.